കുട്ടികളെ ഇതൊരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ പഠിച്ച കുട്ടികൾ എന്ത് ചെയ്യണം, ഒരു പേനയും പേപ്പറും എടുത്തിട്ട് ഓരോ ചോദ്യത്തിനും ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എത്ര മാർക്കാണെങ്കിൽ അത് ലാസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ. പഠിച്ചു കഴിയാത്തവർ ഒന്ന് പേടിക്കേ വേണ്ട. 2 തവണ ടീച്ചർ ചോദ്യം വായിക്കും. അത് കേട്ട് നന്നായി പഠിക്കുക കേട്ടോ. ഇനി സമയം വൈകിട്ടൊന്നുമില്ല, കേട്ട് പഠിച്ചാൽ മതി. ഓക്കെ. ചോദ്യം 1. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ വച്ചാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ വെച്ചാണ്? ഉത്തരം ഉത്തർപ്രദേശിലെ മീററ്റിൽ വെച്ച്. ചോദ്യം 2. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് എപ്പോഴാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് എപ്പോഴാണ്? ഉത്തരം 1857 മെയ് 10. ചോദ്യം 3. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? ഉത്തരം മംഗൾ പാണ്ഡെ. ചോദ്യം 4. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഉത്തരം ഖുദിറാം ബോസ്. 5-ാമത്തെ ചോദ്യം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിച്ച പേര് എന്താണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിച്ച പേര് എന്താണ്? ഉത്തരം ശിപ്പായി ലഹള. ചോദ്യം 6. സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ത്രിവർണ പതാക ഉയർത്തുന്നത് എവിടെ വെച്ചാണ്? സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ത്രിവർണ പതാക ഉയർത്തുന്നത് എവിടെ വെച്ച്? ഉത്തരം ചെങ്കോട്ടയിൽ വെച്ച്. ചോദ്യം 7. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം രാജഗോപാലാചാരി. ചോദ്യം 8. ആറ്റിങ്ങൽ കലാപം നടന്നത് എന്നാണ്? ആറ്റിങ്ങൽ കലാപം നടന്നത് എന്നാണ്? ഉത്തരം 1721 ഏപ്രിൽ 15. ചോദ്യം 9. ക്വിറ്റ് ഇന്ത്യ, സൈമൺ ഗോ ബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആരാണ്? ക്വിറ്റ് ഇന്ത്യ, സൈമൺ ഗോ ബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം യൂസഫ് മെഹ്റലി. ചോദ്യം 10. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം A.O. ഹ്യൂം. ചോദ്യം 11. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ്? ഉത്തരം സി ശങ്കരൻ നായർ. ചോദ്യം 12. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം M.G. റാനഡെ. ചോദ്യം 13. സ്വാതന്ത്ര്യം എൻ്റെ
സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. ഞാനത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകളാണിത്? ഉത്തരം ബാലഗംഗാധര തിലക്. ചോദ്യം 14. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ചോദ്യം 15. ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആരാണ്? ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ചോദ്യം 16. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എന്നാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എന്നാണ്? ഉത്തരം 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആരാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആരാണ്? ഉത്തരം ജനറൽ ഡയർ. ജനറൽ ഡയറിനെ വെടിവെച്ചു കൊന്ന ഇന്ത്യക്കാരൻ ആരാണ്? ജനറൽ ഡയറിനെ വെടിവെച്ചു കൊന്ന ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ഉദ്ധം സിംഗ്. ചോദ്യം 19. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ പൊതുവേദി എന്നറിയപ്പെടുന്നത്? ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ പൊതുവേദി എന്നറിയപ്പെടുന്നത്? ഉത്തരം കോമൺവെൽത്ത്. ചോദ്യം 20. ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചതെന്ന്? ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 1930 മാർച്ച് 12. ചോദ്യം 21. ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായ ദണ്ഡി യാത്ര നടത്തിയത് തൻ്റെ എത്രാമത്തെ വയസ്സിൽ ആയിരുന്നു? ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായ ദണ്ഡി യാത്ര നടത്തിയത് തൻ്റെ എത്രാമത്തെ വയസ്സിൽ ആയിരുന്നു? ഉത്തരം 61ാമത്തെ വയസ്സിൽ. ചോദ്യം 22. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ചോദ്യം 23. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം JB കൃപലാനി. ചോദ്യം 24. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? ഉത്തരം 168 ദിവസം. ചോദ്യം 25. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. 25 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാമോ? മാർക്ക് കമ്മിയായവർ വീണ്ടും വീഡിയോ കാണുക, ഉത്തരങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ചോദ്യം 26.
ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഉത്തരം ഭഗത് സിംഗ്. ചോദ്യം 27. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ഉത്തരം ശ്യാം ശരൺ. ചോദ്യം 28. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മലബാർ കലാപം. ചോദ്യം 29. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ഉത്തരം ജനഗണമന. ചോദ്യം 30. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ചോദ്യം 31. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത്? ഉത്തരം വന്ദേ മാതരം. ചോദ്യം 32. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ആരാണ്? അതായത് വന്ദേ മാതരം രചിച്ചത് ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ചോദ്യം 33. ആഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ആഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം അരവിന്ദ ഘോഷ്. ചോദ്യം 34. ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം വി.ഡി. സവർക്കർ. ചോദ്യം 35. മലബാർ കലാപം നടന്ന വർഷം എന്നാണ്? മലബാർ കലാപം നടന്ന വർഷം എന്നാണ്? ഉത്തരം 1921. ചോദ്യം 36. 2025 ഇന്ത്യ എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കുന്നത്? ഉത്തരം 79ാമത്തെ. ചോദ്യം 37. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആരാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ചോദ്യം 38. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? ഉത്തരം കഴ്സൺ പ്രഭു. ചോദ്യം 39. സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജയപ്രകാശ് നാരായണൻ.
ചോദ്യം 40. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം ഗാനം ഏതാണ്? കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം ഗാനം ഏതാണ്? ഉത്തരം വരിക വരിക സഹചരി. ചോദ്യം 41. വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് ആരാണ്? വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം അംശി നാരായണ പിള്ള. അംശി നാരായണ പിള്ളയാണ് വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത്. ചോദ്യം 42. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചതാര്? പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം സർദാർ KM പണിക്കർ. ചോദ്യം 43. പഠിക്കൂ, പോരാടൂ, സംഘടിക്കൂ ആരുടേതാണ് വാക്കുകൾ? പഠിക്കൂ, പോരാടൂ, സംഘടിക്കൂ ആരുടേതാണ് ഈ വാക്കുകൾ? ഉത്തരം BR അംബേദ്കർ. ചോദ്യം 44. ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? ഡൽഹിക്ക് മുൻപ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം കൊൽക്കത്ത. ചോദ്യം 45. മൗലാന അബ്ദുൽ കലാം സ്ഥാപിച്ച പത്രം ഏതാണ്? മൗലാന അബ്ദുൽ കലാം സ്ഥാപിച്ച പത്രം ഏതാണ്? ഉത്തരം അൽ ഹിലാൽ. ചോദ്യം 46. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത് എന്നാണ്? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിൽ